നമ്മുടെ സന്ദീപ് പ്രദീപ് നായകനായിട്ട് വന്ന എക്കോ എന്ന സിനിമ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ പല ഓഡിയൻസിനും ഒരു വിചാരമുണ്ട്, നമ്മൾ എല്ലാം തികഞ്ഞ ഉത്തമന്മാരാണെന്ന ഒരു വിചാരം. ഈ അടുത്ത് റിലീസായ മിക്ക സിനിമകളെ വെച്ചാണ് ഞാൻ ഈ കാര്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എക്കോ സിനിമയിലേക്ക് വരാം. മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന കിടിലൻ ഒരു ക്വാളിറ്റി സ്റ്റഫ്, കണ്ണും തള്ളി ഞെട്ടിത്തെരിച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു സസ്പെൻസ്. എന്തൊക്കെ പറഞ്ഞാലും പടം 100 കോടി അടിക്കില്ല. എന്തായിരിക്കാം അതിനുള്ള കാരണം? എക്കോ സിനിമയുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് 100 കോടി പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഒന്നും വേണ്ട, പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആലോചിക്കണം. ഏകദേശം 90 കോടി രൂപയാണ് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. കുറച്ചൊക്കെ മിക്സഡ് റിവ്യൂസ് കിട്ടിയ ആ ഒരു പടം ഇത്രയധികം ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് മാത്രം കിട്ടിയ എക്കോ ഒരു 50 കോടി പോലും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ട് ചെയ്യില്ല എന്നാണ് എന്റെ ഒരു ഇത്. ഒരൊറ്റ ചോദ്യം മാത്രം, വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ദിസ്? ആൻസർ സിമ്പിൾ ആണ്. നമ്മൾ മലയാളി ഓഡിയൻസ് എല്ലാം തികഞ്ഞ ഭയങ്കരന്മാരാണെന്നുള്ളൊരു ചിന്താഗതി മാറ്റിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. മറ്റ് ഇൻഡസ്ട്രികളിലെ ഓഡിയൻസിനെക്കാളും എത്രയോ അധികം ഫാർ ബെറ്റർ ആണ് നമ്മുടെ മോളിവുഡിലെ ഓഡിയൻസ്. പക്ഷേ നമ്മൾ ഒരിക്കലും എല്ലാം തികഞ്ഞ ഉത്തമന്മാരല്ല. അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സിനിമകൾ പറയാം. ഫസ്റ്റ് വൺ ഈസ് മമ്മൂട്ടിയുടെ റോഷാക്ക്. എന്തൊരു കിടിലൻ സിനിമയാണല്ലേ! മലയാള സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം. 100 കോടി ബോക്സ് ഓഫീസ് കളക്ട് ചെയ്യാനായിട്ട് 1000 വട്ടം അർഹതയുള്ള ചിത്രം. പക്ഷെ നിങ്ങൾ നോക്കണം, വെറും 50 കോടി പോലും, അതായത് 40 കോടിക്കടുത്ത് മാത്രമാണ് പടം വേൾഡ് വൈഡ് ആയിട്ട് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. ഇത്രയും ഡെവലപ്പ് ആയ ഓഡിയൻസ് ഉള്ള നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്ത് പറ്റി? ഇപ്പൊ കുറെ ആൾക്കാർ മമ്മൂട്ടിയെ കുറ്റം പറയാൻ വരുന്നുണ്ടാകും. പക്ഷേ അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ് 100 കോടി അടിക്കാത്തത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മമ്മൂട്ടി എന്നുള്ളൊരു ഫാക്ടർ അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ പോലും 100 കോടി അടിക്കില്ല എന്ന സത്യം. ഈ ഒരു കൈൻഡ് ഓഫ് മൂവീസിന് ഒരിക്കലും പോസിബിൾ അല്ല 100 കോടി എന്നത്. ഇപ്പോൾ റോഷാക്ക് മാത്രമല്ല, മമ്മൂട്ടി ഈ ഇടയ്ക്ക് അഭിനയിച്ച ഭൂരിഭാഗ സിനിമകളും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. അതായത് സ്റ്റോറി വൈസ് എടുത്തു പറയാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സിനിമയുടെ ഒരു കോൺസെപ്റ്റ്, അതിന്റെ മേക്കിംഗ്, പ്രധാനമായിട്ടും അതിന്റെ ആ ഒരു സിനിമോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ തന്നെയായിരിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലെവൽ ക്രോസ്. ഇതൊക്കെ പക്ക ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന സിനിമ. സത്യം പറയാലോ, കുറെ ആൾക്കാർ ആ പടം വന്നത് കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സിനിമ വെറും 1.5 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ആയിട്ട് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയവുമായിരുന്നു. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ DSC റൈയുടെ കാര്യം എടുത്താലും അതും സ്റ്റോറി വൈസ് കുറച്ച് വീക്കാണെങ്കിലും പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി വേറെ ലെവലായിരുന്നു. ഇപ്പോ ഭൂതകാലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പേടിച്ചു കണ്ട മറ്റൊരു പ്രേതപടം വേറെ ഉണ്ടാകില്ല. വലിയ ബഡ്ജറ്റിലൊക്കെ വരുന്ന ഹോളിവുഡ് സിനിമകളുമായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കമ്പയർ ചെയ്യല്ലേ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാലോ, ചില മലയാളി ഓഡിയൻസ് തന്നെയാണ് നമ്മുടെ മോളിവുഡിന്റെ ഏറ്റവും വലിയ ശാപം. ഇപ്പൊ ദുൽഖറിന്റെ കാന്ത എന്ന സിനിമയ്ക്കെതിരെ വലിയൊരു നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മലയാളി ഓഡിയൻസ് തന്നെയാണ്. ഉറക്കഗുളിക, വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട് എടുത്ത ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടിയും പിടിയും മാസ് മാത്രമല്ല, ഈ പ്രകൃതി പടങ്ങൾക്കും അതിന്റേതായ ഒരു ഭംഗിയുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. പക്ഷേ അനാവശ്യമായിട്ട് അതിനെ കുറ്റം പറയുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത് വെറും തെണ്ടിത്തരമാണെന്നേ പറയാനുള്ളൂ. എല്ലാ കാറ്റഗറി പടങ്ങൾക്കും അതിന്റേതായ ഒരു റെസ്പെക്ട് കൊടുക്കുന്നവനാണ് യഥാർത്ഥ സിനിമാ സ്നേഹി. ഒരുപാട് നല്ല ക്വാളിറ്റി പടങ്ങൾ നമ്മുടെ മലയാളത്തിൽ റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം പോലും ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആണ്. പക്ഷേ പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയാമല്ലോ, പണ്ടത്തെ കാലം നമ്മുടെ ഓഡിയൻസ് കുറെ അധികം മാറി ചിന്തിച്ചു തുടങ്ങി. ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള പടങ്ങൾ കറന്റ്ലി വിജയിക്കാറുണ്ട്. അത്തരത്തിൽ 100 കോടി നേടുന്ന പല പടങ്ങളും ചില ത്രില്ലിംഗ് മാസ് എലിവേഷൻ സീനൊക്കെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ കണ്ടന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന സിനിമകളിൽ ഇല്ലാതെ പോയ ചില മാസ് എലിവേഷൻ സീനുകൾ, അതിന്റെ ഒരു അഭാവം കൊണ്ടാവാം ചില നല്ല കണ്ടന്റ് സിനിമകൾക്ക് 100 കോടി നേടാൻ കഴിയാതെ വരുന്നത്, അല്ലെങ്കിൽ അവ അർഹിച്ച വിജയം നേടാനാകാത്തത്. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജിന്റെ നയൻ എന്ന് പറയുന്ന സിനിമ. പിന്നെ കുമാരി, അതൊക്കെ കിടിലൻ സിനിമയാണ്. ഒരു ഫീമെയിൽ ലീഡിൽ വന്ന് കല്യാണി ലോകയിലൂടെ ഞെട്ടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പറയുന്നവർക്ക് കുമാരി ഒന്ന് കാണണം. ഇത് ഞാൻ ഒരിക്കലും ലോകയുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ലോക വേറൊരു ലീഗ് തന്നെയാണ്. പക്ഷേ കുമാരിക്കും ഈ ഒരു അംഗീകാരം കിട്ടേണ്ടിയിരുന്നു.